ഓം ശാന്തി. പവർഫുൾ വൈബ്രേഷൻസിലൂടെ മാത്രമാണ് വലിയ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടതായിട്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ആ വീഡിയോ കണ്ട ശേഷം ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വൈബ്രേഷൻസിനെ പവർഫുള്ളാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിന് എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിലൂടെ ഭഗവാന്റെ ഹൃദയത്തിലേക്ക് സെൻഡ് ചെയ്തു. ചിലർക്ക് എൻ്റെ മനസ്സിൽ ഞാനത് പലവട്ടം ഈശ്വരൻ്റെ അടുത്ത് മെഡിറ്റേഷനിൽ ചോദിച്ചു, ഏത് രീതിയിലാണ് വൈബ്രേഷൻസിനെ പവർഫുള്ളാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ എന്ന്. എനിക്ക് ഈശ്വരൻ്റെ അടുത്ത് കിട്ടിയതായിട്ടുള്ള റിപ്ലൈ അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വാക്യമല്ല എന്നും ഭഗവാന്റെ വാക്യമാണെന്നും വിചാരിക്കണം കേട്ടോ. ഞാനത് പരമാത്മ മഹാവാക്യത്തിൻ്റെ അവ്യക്ത മുരളി എന്തായിരിക്കുന്ന ബുക്കിൽ നിന്ന് അത് ചോദിച്ച് 2-3 പ്രാവശ്യം മെഡിറ്റേഷനിൽ അപ്ലൈ ചെയ്ത ശേഷം അതിനു വേണ്ടി ഒരു ബുക്ക് എടുത്ത് അത് വകഞ്ഞെടുത്തപ്പോൾ കിട്ടിയതായിട്ടുള്ള ചാപ്റ്റർ അക്യുറേറ്റ് ആയിട്ട് ഈ വേർഡ്സിലൂടെ പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഭഗവാന്റെ മഹാവാക്യത്തിൽ പറഞ്ഞതായിട്ടുള്ള ഏറ്റവും ബേസ് ആയിരിക്കുന്ന കാര്യം, ഒന്നാമത് ഒരു മനുഷ്യൻ തൻ്റെ ഐഡൻറ്റിറ്റിയെ മറക്കുന്നതോടു കൂടിയിട്ട് അവരവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ ശക്തികളെയും നഷ്ടപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ബാഹ്യമായിരിക്കുന്ന രൂപത്തിൽ മാത്രമല്ല, ഇതെല്ലാം വെറൈറ്റി ആയിരിക്കുന്ന റോളുകൾ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ അണിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു കോസ്റ്റ്യൂം, ഒരു ഡ്രസ്സ് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, നമ്മൾ അമ്മയുടെ അടുത്ത് മകനാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് ഭർത്താവായിരിക്കാം, സ്റ്റുഡൻസിൻ്റെ അടുത്ത് ടീച്ചറായിരിക്കാം, മക്കളുടെ അടുത്ത് അച്ഛനാണ്. ഡിഫറൻ്റ് ആയിരിക്കുന്ന റോൾ അഭിനയിക്കുന്നതായിരിക്കുന്ന ഒരു എനർജി അഥവാ ഒരു എൻറ്റൈറ്റി, ഒരു യഥാർത്ഥമായിരിക്കുന്ന സത്യമുണ്ട്. ആ സത്യത്തിൻ്റെ ആധാരത്തിലൂടെയാണ് ഈ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാൻ വേണ്ടി ഈ ശരീരത്തിന് ഊർജം പകർന്നു കൊടുക്കുന്നത്. ആ ഊർജം ഇതിൽ നിന്ന് നഷ്ടമാകുന്ന അടുത്ത നിമിഷം ഈ ദേഹം ഒന്നിനും കൊള്ളാത്ത ഒന്നായി പരിണമിക്കുകയാണ്. അതുകൊണ്ട് ഈ വെറൈറ്റി ആയിരിക്കുന്ന ഭാഗം അഭിനയിക്കുന്ന ഞാനെന്ന എൻ്റെ നിരാകാരി സ്വരൂപത്തെ എന്ന് ഭഗവാന്റെ മഹാവാക്യം മീൻസ് ആത്മാവിന്, ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന രൂപത്തെ പറയുന്നു സാകാരം, അസ്ഥി മജ്ജ മാംസമുള്ളതായിരിക്കുന്ന രൂപം. ഇതിൻ്റെ സട്ടിൽ ഫോം നമ്മൾ പറയുന്നു ആകാരം എന്ന് പറയും. ആകാരവും സാകാരവുമില്ലാത്ത ആ അവിനാശിയായിരിക്കുന്ന കാരണസ്വരൂപം, അതിനെയാണ് പറയുന്നത് ആത്മസ്വരൂപം എന്ന് പറയുന്നത്. അത് നിരാകാരാണ്. അപ്പോൾ ആ നിരാകാരിയായിരിക്കുന്ന പ്രകാശം നമ്മുടെ മോഡേൺ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ വലിയൊരു ശരീരം പ്രവർത്തിക്കുന്നത്, അഥവാ ഈ കമ്പ്യൂട്ടറിലെ ഡിഫറൻ്റ് ആയിരിക്കുന്ന സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ പ്രോഗ്രാമിംഗ്. ആ പ്രോഗ്രാമിംഗ് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിങ്ങിനെ പെർഫെക്റ്റ് ആക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പെർഫെക്റ്റ് ആക്കാം. എപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ഡിഫറൻ്റ് ആയോ എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലെ ചിന്തകൾ, മനസ്സിൻ്റെ മേലുള്ളതായിരിക്കുന്ന നിയന്ത്രണം നമ്മൾ നഷ്ടപ്പെട്ടു പോയോ, ആ സമയത്ത് നമുക്ക് മറ്റെല്ലാ രീതിയിലും പരിശ്രമം അനുഭവപ്പെടാൻ തുടങ്ങി. മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാൻ കാരണം നമ്മുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി ഞാൻ എന്ന യഥാർത്ഥമായിരിക്കുന്ന സത്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി. ഞാൻ എന്ന് പറയുമ്പോൾ ഈ ബാഹ്യരൂപത്തിലേക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണോ ഞാൻ എന്ന എൻ്റെ ഒറിജിനൽ ഫോമിൽ നിൽക്കുന്നത്, മീൻസ് ഞാൻ ആത്മാവാണ് എന്നതായിരിക്കുന്ന സത്യത്തിലേക്ക് നമ്മൾ അവെയർനെസ് ലെവലിൽ, ബോധതലത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവുന്നത്. നോട്ട് ആസ് എ നോളജ്, ഞാൻ ആത്മാവാണ് ദേഹമല്ല എന്ന ജ്ഞാനമുള്ള കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവരാരും അത് ബോധതലത്തിലേക്ക് കൊണ്ടുണ്ടോ ചോദിച്ചാൽ വളരെ ചുരുക്കം ശതമാനം ആളുകൾ മാത്രം. അപ്പം അതുകൊണ്ട് തൻ്റെ ബോധമണ്ഡലത്തിൽ ഞാൻ ആത്മാന്നതായിരിക്കുന്ന ഇതെല്ലാം ചെയ്യുന്ന ഞാൻ, ഇത് മാത്രമല്ല ഇതിനുള്ള യഥാർത്ഥമായിരിക്കുന്ന എന്നെ തിരിച്ചറിയുന്ന നിമിഷം, ആ ഒരു കോൺഷ്യസിലേക്ക്, ആ ഒരു ബോധതലത്തിലേക്ക് നമ്മൾ നമ്മുടെ ബോധത്തിന് പരിവർത്തനം ചെയ്യുന്ന സമയം നമ്മുടെ മനസ്സിൻ്റെ മേലെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കർമ്മവും നമുക്ക് പരിശ്രമമായിട്ട് തോന്നുകയില്ല. മനസ്സ് ഓടിക്കളിക്കുന്നത് കൊണ്ടാണ് എല്ലാ പരിശ്രമവും ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിനെ അതിൻ്റെ ഒറിജിനലായിരിക്കുന്ന ഫോമിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് മനസ്സുകൊണ്ടുള്ള പരിശ്രമം നിൽക്കും. മനസ്സുകൊണ്ട് പരിശ്രമം തുടങ്ങിയതുകൊണ്ടാണ് ധനം സമ്പാദിക്കുന്നത് പരിശ്രമമാവുന്നത്, ശരീരം രോഗിയായി തീരുന്നത്, ഒപ്പം തന്നെ സംബന്ധങ്ങൾ ഒന്ന് മോശമായി അതിനെ ശരിയാക്കുമ്പോഴേക്കും വേറൊന്ന് മോശമായി, അതിനെ ശരിയാക്കുമ്പോൾ ഇനി ഒരെണ്ണം മോശമായി, ഇങ്ങനെ സംബന്ധങ്ങളുടെ ഒന്ന് ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ധനം കൊണ്ട്, സംബന്ധങ്ങളിൽ പദാർത്ഥങ്ങളിൽ എല്ലാം പരിശ്രമം അനുഭവപ്പെട്ടതിൻ്റെ ഒരൊറ്റ കാരണം മനുഷ്യൻ സ്വന്തം സത്യത്തിൽ നിന്ന് അഥവാ യഥാർത്ഥമായിരിക്കുന്ന വ്യക്തിത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയതുകൊണ്ടാണ്.
അതുകൊണ്ട് റിട്ടേൺ ജേണി എന്നുവെച്ചാൽ അർത്ഥം എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന എന്നെ ഞാൻ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴാണോ എൻ്റെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കിട്ടുന്നത്. കാരണം നമ്മുടെ ആന്തരിക വ്യക്തിത്വമായിരിക്കുന്ന ആത്മാവിൻ്റെ ഒരു ഇന്ദ്രിയം, സൂക്ഷ്മ ഇന്ദ്രിയമാണ് മനസ്സ്. ഈ കൈകൊണ്ട് എന്ത് പണിയെടുക്കണ്ട എന്ന് ഞാൻ നിശ്ചയിക്കും പോലെ എൻ്റെ ആത്മാവാകുന്ന എൻ്റെ ഇന്ദ്രിയമാകുന്ന മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കേണ്ട എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം അതിൻ്റെ അന്തരാത്മാവായ യഥാർത്ഥ എൻ്റെ അധികാരമാണ്. അതും എൻ്റെ പവറാണത്. അപ്പോൾ എപ്പോഴാണോ ഒരു രാജാവ് അവരുടെ പൂർണ്ണമായിരിക്കുന്ന പവറിലിരിക്കുന്നത്, അവിടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കും. അതുപോലെ ഞാൻ എൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദേഹം എന്ന ലോകത്തെ ഭരിക്കാൻ തുടങ്ങുന്ന നിമിഷം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും എൻ്റെ നിയന്ത്രണത്തിൽ വന്നു ചേരും. അവിടെ നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് ചിന്തിക്കാൻ നിങ്ങൾ തുടങ്ങും. അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ചിന്തിക്കുന്നത് പോസിറ്റീവായി കഴിയുമ്പോൾ ആ ഒരു കൺട്രോളിങ് നിങ്ങളുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ഓരോ തോട്ട്സും ഒരു പവർഫുൾ വൈബ്രേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. ഓരോ സങ്കല്പവും ശക്തിശാലിയായിരിക്കുന്ന സങ്കല്പങ്ങളാവുമ്പോൾ പവർഫുള്ളായിരിക്കുന്ന വിത്ത് നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല പവർഫുള്ളായിരിക്കുന്ന ചെടിയും വളരെ ഫലദായകമായിരിക്കുന്ന പഴങ്ങളും കിട്ടും പോലെ സങ്കല്പത്തിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് സ്വയം ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വിത്താകുന്ന സങ്കല്പത്തിനെ, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വേണ്ട സങ്കല്പങ്ങൾ ഉണ്ടാക്കാനും അത് വളരെയധികം ശക്തിശാലിയാക്കാനും പവർഫുൾ വൈബ്രേഷൻസ് ഉള്ള സങ്കല്പങ്ങളാക്കാനും ആ വൈബ്രേഷൻസിലൂടെ നമ്മുടെ ലൈഫിൽ എന്തു വേണോ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിനൊരു കാര്യം നമുക്ക് ചെയ്തേ പറ്റൂ, നമ്മുടെ റിട്ടേൺ ജേണി. എവിടേക്കുള്ള റിട്ടേൺ ജേണി? ഞാൻ എന്ന സത്യത്തിലേക്കുള്ളതായിട്ടുള്ള തിരിച്ചറിവ്. ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ സ്വന്താക്കി വെച്ച കുറേ പ്രസ്റ്റീജ്, പ്രിവിലേജ്, പൊസിഷൻ, ഞാൻ കുറേ നിങ്ങൾക്ക് അതിന് മുന്നേ പല വീഡിയോയും പറഞ്ഞു തന്നിട്ടുണ്ട്. പെനി, പീപ്പിൾ, പവർ, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ അഥവാ ഈ ദേഹത്തിൻ്റെ ദുരഭിമാനമാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ഇതിൽ നിന്നൊന്ന് പുറത്ത് കടന്നുകൊണ്ട് മെഡിറ്റേഷൻ്റെ മാധ്യമത്തിലൂടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ യഥാർത്ഥമായിരിക്കുന്ന സ്വം അഥവാ എന്നെ ഞാൻ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചാൽ അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് പരിശ്രമിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ പിന്നാലെ തന്നെത്താൻ വന്നു ചേരുന്ന ഫലങ്ങളായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് വൈബ്രേഷൻ പവർഫുള്ളാക്കേണ്ടത് എങ്ങനെ എന്നതിന് ഈശ്വരൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശ്വരൻ്റെ പാഠശാലയാണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് ഇതിനെ പഠിക്കാം. അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാം. ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും സത്യമാക്കാം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും വേണ്ട എല്ലാവരെയും ഈശ്വര വിശ്വവിദ്യാലയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടും നിർത്തട്ടെ. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.